നമസ്കാരം പ്രേക്ഷകരെ. സൗത്ത് ഇന്ത്യയിലെ ഹോട്ട് ഷോട്ട് കപ്പിൾസ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു കപ്പിൾ ഉണ്ടെങ്കിൽ അത് വിജയ് ദേവരകൊണ്ട, രശ്മിക മന്ദാനയാണ്. ഇരുവരും ഡേറ്റിംഗിലാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇരുവരും ഒരു സമൂഹ മാധ്യമങ്ങളുടെ പോസ്റ്റിലോ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലോ വന്നിട്ട് തങ്ങൾ ഡേറ്റിംഗ് ആണ് എന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും എൻഗേജ്ഡ് ആയി എന്നുള്ളൊരു വാർത്ത, ഒരു പോസ്റ്റ് സാധാരണ ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതിലെന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി കുറച്ചധികം നോക്കിയപ്പോഴേക്കുമാണ് മനസ്സിലായത് പലയിടത്തും കൺഫേംഡ് അല്ല, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ അത് കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും എൻഗേജ്ഡ് ആയി എന്നുള്ളതാണ്. പലരും ചിന്തിക്കും അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കും. പക്ഷേ 2018 മുതൽ ഈ രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് 2018 ഗീതാ ഗോവിന്ദം എന്ന സിനിമയും 2019 ഡിയർ കോമ്രേഡ് എന്ന സിനിമയും ഒക്കെ വന്നതിന് ശേഷം ഈ രണ്ട് സിനിമകളിലും ഇരുവരുമായിരുന്നു നായികമാരെ എത്തിയിരുന്നത്. അപ്പോൾ മുതൽ തന്നെ ഇരുവരും റിലേഷൻഷിപ്പ് ആരംഭിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഓരോ ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഇരുവരും വെവ്വേറെ പോസ്റ്റ് ഇടുമ്പോൾ പോലും അതെല്ലാം ഒരേ സ്ഥലത്തായിരിക്കും, പക്ഷെ സോളോ ഫോട്ടോ ആയിരിക്കും. അല്ലാതെ ഇരുവരും ഒരുമിച്ചൊരു ഫോട്ടോ അങ്ങനെ ഇതുവരും വന്നിട്ടില്ല. പ്രത്യേകിച്ച് അവർ ടൂർ പോകുന്ന സമയത്തായിക്കോട്ടെ, അങ്ങനെ പലപ്പോഴായിട്ടും ഒരേ ലൊക്കേഷനാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും, പക്ഷേ ഇരുവരും ഒരുമിച്ചൊരു ഫോട്ടോ പോലും ഇടാറില്ല. എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നുള്ളത് വിജയ് ദേവരകൊണ്ടയുടെ ടീമിൽ നിന്നും കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഇരുവരുടെയും വിവാഹം 2026 ഫെബ്രുവരിയിൽ വെച്ചുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ ഇരുവരുടെയും കരിയർ എടുത്ത് നോക്കിയാലേ 2018 അവർ ആരംഭിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ സിനിമാ മേഖലയിലേക്ക് വരുന്ന സമയത്ത് അവർ വളരെ തുടക്കക്കാരാണ്. അങ്ങനെ ഒരു ഫെയിമിലേക്ക് വന്ന് കാലെടുത്ത് വെക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോക്കിക്കേ, രശ്മിക മന്ദാന സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഹിന്ദി സിനിമകളിൽ പോലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണിത്. കാരണം കഴിഞ്ഞ വിക്കി കൗശൽ ചിത്രമായ ചാവയിൽ നായികയായിട്ടാണ് രശ്മിക വന്നത്. തകർത്ത് അഭിനയിക്കുകയാണ് ചാവയിൽ രശ്മിക ചെയ്തത്. ഇനി അടുത്തത് മഡോക് ഫിലിംസിൻ്റെ ഹൊറർ യൂണിവേഴ്സിൽ രശ്മിക ഒരു ഭാഗമാകുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. അങ്ങനെ രശ്മിക ഇപ്പോൾ വളരെയധികം സംസാര വിഷയമാകുന്ന ഒരു നടിയാണ്. അത് സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒട്ടാകെ തന്നെ സംസാര വിഷയമാകുന്ന ഒരു താരമാണ്. മറുഭാഗത്ത് വിജയ് ദേവരകൊണ്ട ആവട്ടെ ഓരോ പ്രോജക്ട്സും വളരെ പെർഫെക്റ്റ്ലി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകൾ വേണ്ട രീതിയിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിട്ടില്ലെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിൽ വിജയ് ദേവരകൊണ്ട ഈസ് എ സൂപ്പർ സ്റ്റാർ. അത് ആർക്കും തെറ്റു പറയാൻ കഴിയില്ല. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമയായ കിങ്ഡമും വലിയ വിജയമായി മാറുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും ഒരു ആവറേജ് വിജയം, അല്ലെങ്കിൽ ഒരു അബൗവ് ദി ആവറേജ് അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് സിനിമ നേടിയത്. സിനിമ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കിങ്ഡം കഴിഞ്ഞ ഒരു വിജയ ആഘോഷത്തിൽ നിൽക്കുകയാണ് വിജയ് ദേവരകൊണ്ടയ്ക്ക് ഇനി വരാനുള്ളത് ഒരുപാട് പ്രോജക്ട്സുകളുണ്ട്. അതെല്ലാം നമുക്ക് ഒരു ഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോജക്റ്റും കൂടെ തന്നെയാണ്. എന്നാൽ പോലും ഇരുവരും എൻഗേജ്മെൻ്റ് ആയിട്ട് പോലും പോസ്റ്റ് ഇടുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. സാധാരണ ഇവരുടെ ഒരു കപ്പിൾ വളരെ പ്രൈവറ്റായിട്ട് അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയാലോ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നാളെ മുന്നിൽ വന്ന് ആൻസറബിൾ ആവണം എന്നൊക്കെ കരുതിയിട്ട് പലരും അങ്ങനെ പുറത്ത് പറയാറില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ് പിക്സ് പോലും പുറത്ത് വിടാതിരിക്കണമെങ്കിൽ അതെന്തുമാത്രം ചിന്തയാണെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എൻഗേജ്മെൻറ്റ് പിക്സ് പോലും പുറത്ത് വരാത്ത രീതിയിൽ, അതുകൊണ്ടാണല്ലോ നമുക്കൊരു കൺഫേംഡ് ആയിട്ട് രീതിയിൽ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഇങ്ങനെ കുറേ ബസ്സായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒരു കൺഫർമേഷൻ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരു ബസ്സായിട്ട് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ എൻഗേജ്മെൻറ്റിന് വളരെ ചുരുക്കം ബന്ധുക്കളും വളരെ ചുരുക്കം സുഹൃത്തുക്കളും മാത്രമാണ് എൻഗേജ്മെൻറ്റിന് പോലും പങ്കെടുത്തത് എന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ട്സിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വിജയ് ദേവരകൊണ്ട രശ്മികയുടെ കല്യാണം 2026 ഫെബ്രുവരിയിൽ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൽ ഇനി ഏകദേശം 4 മാസം മാത്രമേ ദൂരവുമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സെലിബ്രിറ്റി മാരേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി മാരേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസോ നിലവിലുള്ള എൻഗേജ്മെൻറ്റ് സ്റ്റാറ്റസോ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇനി പുറത്ത് വിടുന്നെങ്കിൽ അത് കല്യാണം കഴിക്കാൻ പോകുന്നൊരു രീതിയിലേക്കായിരിക്കും. അങ്ങനെ സെലിബ്രിറ്റി താരങ്ങളുടെയൊക്കെ തന്നെ വിവാഹവും വിവാഹ നിശ്ചയങ്ങളും ഡിവോഴ്സുകളും ഒക്കെ തന്നെ ആഘോഷമാക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് പുതിയൊരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമാണ് വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാനയുടെ വിവാഹവും ഇപ്പോൾ കഴിഞ്ഞ എൻഗേജ്മെൻറ്റും.